ഹലോ, വെൽക്കം ടു വാട്സ്യം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഫ്ലോറിങ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞങ്ങളുടെ മുകളിലത്തെ കാർപ്പറ്റും ഓഫീസ് റൂമിലുണ്ടായിരുന്ന കാർപ്പറ്റും റീപ്ലേസ് ചെയ്തു. എന്നിട്ട് LVP എന്ന് പറഞ്ഞ് ലക്ഷറി വൈനൽ പ്ലാങ്ക് ഫ്ലോറിങ് അതാണ് ഇട്ടേക്കുന്നത്. അത് ചൂസ് ചെയ്യുന്ന എന്താ കാരണമെന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പറയാം. നമ്മൾ ഫ്ലോറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ദർ ആർ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അതർ ദാൻ കാർപ്പറ്റ് ആൻഡ് ടൈൽ. ഒന്ന് ഹാർഡ്വുഡ്, പിന്നെ എൻജിനീയർഡ് ഹാർഡ്വുഡ്, പിന്നെ LVP എന്ന് പറയുന്ന ലക്ഷറി വൈനൽ പ്ലാങ്ക് അതാണ് ഞങ്ങൾ ഇട്ടത്. പിന്നെ ലാമിനേറ്റ്. ഹാർഡ്വുഡും എൻജിനീയർ ഹാർഡ്വുഡും നാച്ചുറൽ മെറ്റീരിയൽസ് ആണ്. എൻജിനീയർ ഹാർഡ്വുഡിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു എൻജിനീയർഡ് മെറ്റീരിയലാണ്. ഞങ്ങൾക്ക് ഹാർഡ്വുഡും എൻജിനീയർഡ് ഹാർഡ്വുഡും ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ മുകളിലായിരുന്നു. ആക്ച്വലി ഹാർഡ്വുഡ് ഇസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ വൈഡർ പ്ലാങ്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വാങ്ങാനിരുന്ന വീട്ടിൽ ഞങ്ങൾ എൻജിനീയർഡ് ഹാർഡ്വുഡാണ് ഇട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഐ എം എ സ്നോബ് വെൻ ഇറ്റ് കംസ് ടു ഫ്ലോറിങ്. എനിക്ക് ഹാർഡ്വുഡ് നാച്ചുറലായ മെറ്റീരിയലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് പോയത്. പക്ഷേ ബിജു LVPയുടെ ഭയങ്കര ഫാനാണ്. LVP ആണ് ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിരിക്കുന്നത്. നമ്മളിവിടെ പുതിയ വീടുകൾ പണിയുന്ന ബിൽഡറൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത് LVP ആണ്. എല്ലാവർക്കും LVP ആണ് വേണ്ടത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ LVP ഇസ് വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. സ്ക്രാച്ച് പ്രൂഫ് എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ കുറേ നെയ്ബേഴ്സിന്, പെറ്റ്സ് ഉള്ള നെയ്ബേഴ്സിന് LVP ഉണ്ട്. ദേ ആർ സിംഗിങ് പ്രൈസസ് അബൌട്ട് ഇറ്റ്. പിന്നെ ലാമിനേറ്റ് ഇസ് എ മച്ച് ചീപ്പർ ഓപ്ഷൻ. ഞങ്ങൾ റീസെയിൽ വാല്യൂവും പിന്നെ ഇവിടെ LVP പോപ്പുലറായും റെൻഡേഴ്സിന് കൊടുക്കാനും നല്ലത് LVP ആണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ LVP ചൂസ് ചെയ്തത്. LVPയുടെ ബോർഡ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തതാണ്. ഞങ്ങൾ ഹോം ഡിപ്പോ പോയിട്ട് കുറേ നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു നമുക്കിതുപോലെ സാമ്പിൾ ഏത് കളറാണെന്ന് വെച്ചാൽ എടുത്തിട്ട് വരാം ആൻഡ് ദെൻ സീ ഇഫ് ഇറ്റ് ഗോസ് വിത്ത് ആർ എക്സിസ്റ്റിംഗ് സ്റ്റെയിൻ. നമ്മൾ താഴത്തെ സ്റ്റെയിൻ അതേ കളറാക്കി വെക്കുന്നതുകൊണ്ട് അതിനോട് പോകുന്ന എക്സാക്ട് മാച്ച് ഒരിക്കലും കിട്ടില്ല. ബിക്കോസ് ഹാർഡ്വുഡും LVPയും രണ്ട് മെറ്റീരിയൽ അല്ലേ. അതിനോട് അടുത്ത് പോകുന്ന ഒരു കളർ ചൂസ് ചെയ്യാനുള്ള ഐഡിയയിലായിരുന്നു ഞങ്ങൾ ഇതെടുത്തുകൊണ്ട് വന്നത്. ഇതിൻ്റെ വേറെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് ബാക്കിൽ പാഡിങ് ഉണ്ട്. അപ്പോൾ വേറെ എക്സ്ട്രാ പാഡ് വേണം, നേരെ എളുപ്പത്തിൽ ലേ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഹോം ഡിപ്പോ നല്ല ചെയ്തത്. ബിക്കോസ് ഹോം ഡിപ്പോ എൻഡ് അപ്പ് ബിക്കമിങ് വെരി എക്സ്പെൻസീവ്. ഞങ്ങൾ 2-3 കോൺട്രാക്ടേഴ്സിനടുത്ത് ബിഡ് ചോദിച്ചു. അതിൽ ചീപ്പറായ ഓപ്ഷനുള്ള ഒരാൾ, ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്ത കോൺട്രാക്ടേഴ്സ് തന്നെയായിരുന്നു, ആണ് നമ്മൾ ചൂസ് ചെയ്തത്. കോൺട്രാക്ടേഴ്സും പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത ആൾ പുള്ളി തന്നെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ആ പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽ ക്ലോസ്ലി മാച്ച് ചെയ്തിട്ട് അതാണ് ചൂസ് ചെയ്തത്. പുള്ളി എല്ലാ സാധനവും സപ്ലൈ ചെയ്തു, ലേബറും സപ്ലൈ ചെയ്തു, മെറ്റീരിയൽ സപ്ലൈ ചെയ്തു. നമുക്കൊരു സാധനവും അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നില്ല. അതാണ് മെയിൻ റീസൺ ഞങ്ങൾ ആ കോൺട്രാക്ടറിനെ ചൂസ് ചെയ്യാൻ കാരണം. വേറെ കോൺട്രാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുക്കണം, അവർ ഇടുക മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മുകളിൽ എല്ലാ ബെഡ്റൂമും ചെയ്തുകൊണ്ട് ഫർണിച്ചറൊക്കെ മാറ്റിയിടണമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്ത കോൺട്രാക്ടർ പുള്ളിക്കാരൻ തന്നെ എല്ലാം എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാണ്ടൊക്കെ മാറ്റിയിട്ട് വരായിരുന്നു. ബട്ട് ദി അതർ ഗായ് നമ്മൾ ഒന്നല്ലെങ്കിൽ മാറ്റിയിടണം, അല്ലെങ്കിൽ പുള്ളിക്ക് എക്സ്ട്രാ കൊടുക്കണം മാറ്റിയിടാനായിട്ട്. അങ്ങനെ കുറേ നുവാൻസസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ കോൺട്രാക്ടേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ. LVP വാങ്ങുകയാണെങ്കിൽ 2 മെയിൻ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. LVPയുടെ ലേബിള് ഇതാണ്. ഇതിൽ 2 മെയിൻ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ഈ 22 മില്ലിന്ന് കാണുന്ന വെയർ ലെയറും, പിന്നെ ഉള്ളത് 6.5 mm തിക്ക് എന്ന് പറയുന്ന തിക്നെസ്സുമാണ്. 6.5 mm എന്ന് പറയുന്നത് ഈ ഒരു പ്ലാങ്കിന്റെ തിക്നെസ് ആണ്. പാഡിങ്ങും ഈ മുകളത്തെ ലെയറും കൂട്ടിയുള്ള തിക്നെസ്. വേറെ 22 മില്ല് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ കളർ വ്യത്യാസം കാണുന്നൊന്നും അറിയില്ല. അതേ ഈ കാണുന്നുണ്ടല്ലോ, ഇതിനാണ് വെയർ ലെയർ എന്ന് പറയുന്നത്, മുകളത്തെ കോട്ടിങ്. അതിൻ്റെ തിക്നെസ്സാണ് 22 മില്ല് എന്ന് പറയുന്നത്. ലോ ട്രാഫിക് ഏരിയ ആണെങ്കിൽ 4 to 5 mm തിക്നെസ് ഉള്ള പ്ലാങ്ക് മതി. അതേസമയം മീഡിയം ട്രാഫിക് ആണെങ്കിൽ 5 to 6.5 mm തിക്നെസ് വേണം. ഹൈ ട്രാഫിക് ഏരിയ ആണെങ്കിൽ 6.5 mm തിക്നെസ് വേണം. നമ്മുടെ കോൺട്രാക്ടർ പ്രൊവൈഡ് ചെയ്ത പ്ലാങ്കിന് 6.5 mm തിക്നെസ് ഉണ്ട്. അത് ഹെവി ട്രാഫിക് ഏരിയക്ക് പറ്റുന്നതാണ്. പിന്നത്തെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 22 മില്ല് എന്ന് പറഞ്ഞത് ആ വെയർ ലെയറിന്റെ തിക്നെസ്, അത് 12 മില്ലാണ് സാധാരണ കോമൺ റെസിഡൻഷ്യൽ യൂസിന് റെക്കമെൻഡ് ചെയ്യുന്നത്. 20 മില്ല് ഓർ മോർ ഇസ് ഫോർ ആക്റ്റീവ് ഫാമിലീസ്, ഹൈ ട്രാഫിക് ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബെറ്റർ സ്ക്രാച്ച് ആൻഡ് വെയർ റെസിസ്റ്റൻസ് ഉണ്ട് ആ ലെയറിന്. 20 മില്ല്. 28 മില്ലിന് അബവ് കമേഴ്ഷ്യൽ സ്ഥലങ്ങൾക്ക് പറയുന്നതാണ്. നേരത്തെ ഞാൻ ഹോം ഡിപ്പോ കാണിച്ച ലേബിൾ 22 മില്ലായിരുന്നു. ഞങ്ങളുടെ കോൺട്രാക്ടർ വന്നതിൽ 20 മില്ല് ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഇസ് ഫൈൻ. 20 മില്ല് ഇസ് ഗുഡ് ഫോർ ഹൈ ട്രാഫിക് ഏരിയ. അപ്പോൾ അതാണ് LVP ചൂസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഇത് ഫസ്റ്റ് ഡേ ആണ്. അവരിങ്ങനെ കാർപ്പറ്റ് സെക്ഷനായിട്ട് മുറിച്ചേക്കുക കണ്ടോ. ആ മുറി ചെയ്തിട്ടില്ല, അവിടെ മുറിച്ചിട്ടേക്കാണ്.
എന്നിട്ട് ഇത് വെച്ച് LVP പ്ലാങ്കുകൾ വെച്ചു. ഈ സ്റ്റേഴ്സിൻ്റെ അവിടെ ഹോൾവേ കൊണ്ട് കുറേ മുറിക്കാനുണ്ട്. സോ ഇറ്റ്സ് സ്ലോ ആക്ച്വലി. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഏരിയയിലെ കാർപ്പറ്റ് മുഴുവൻ റിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കുറേശ്ശെ ഫിനിഷ് ചെയ്തിട്ടില്ല. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാൻ ഏരിയ തന്നിട്ടുണ്ട് അവർ. ഞങ്ങളുടെ ലോണ്ടറിയാണ് റൈറ്റിൽ കാണുന്നത്, മാസ്റ്റർ ബെഡ്റൂമാണ് ലെഫ്റ്റിൽ. അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ട് കണ്ടോ സ്പോട്ട് ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് കാർപ്പറ്റ് ലുക്ക് സോ ബാഡ് നോ. 15 ഇയേഴ്സായിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞു. 2 ദിവസം ഒരാളും വേറെ 2 ദിവസം 2 പേരും കൂടിയായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ റിട്രീറ്റ് ഏരിയ ആണ്, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവർ സൈഡിൽ കണ്ട അവിടെ ഗ്യാപ്പുണ്ട്. ഇതും ചുമരും തമ്മിൽ അത് ഒരു കേസിങ് വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഇതവർ ചെയ്തിട്ടില്ല, ഒരു കഷ്ണം വെച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഒരു മരക്കഷ്ണം വയ്ക്കും. അപ്പോൾ ഇവർ ഇത് നമ്മളോട് ചോദിക്കാണ്ട് അവർ 2-3 ബെഡ്റൂമിൽ ഫിനിഷ് ചെയ്തു. നോക്കുമ്പം ഭയങ്കര ഓറഞ്ച് കളർ. ഇതല്ല കേട്ടോ, ഇതെനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു ഓറഞ്ച് കളർ ഭയങ്കര വ്യത്യാസം. കളർ ഇപ്പോഴും ഇത് കണ്ടാലും കളർ വ്യത്യാസമുണ്ട്. ഇത് പഴയതാണെന്ന് എൻ്റെ വിശ്വാസം, പുതിയതല്ല. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല. ആക്ച്വലി എക്സാക്റ്റ് മാച്ച് കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. ബിക്കോസ് ഇതിൽ പല ടൈപ്പ് ഷെയ്ഡില്ലേ. അപ്പം നമ്മളിതിന് മെജോറിറ്റി ആയിട്ട് എനിക്കൊന്ന് ഈ ഒരു കളറാണ് നമ്മൾ പറഞ്ഞതെന്ന്, അതിലേക്ക് മാറ്റി സ്റ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഒന്നും വയ്ക്കാഞ്ഞത്. വെളിച്ചുണ്ടോ അറിയില്ല. കണ്ട ഇവിടെ ഭയങ്കര ഒരു ഓറഞ്ച് കളറായിരുന്നു. എനിവേസ് നമ്മളെല്ലാം ഓരോരോ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടേക്കാണ്. അത് കാരണം എല്ലായിടത്തും മെസ്സാട്ടോ. പൊടി കുറവാണ് ജനറലി. ഒരു മുറിയിൽ ഭയങ്കര പൊടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ വന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താ ആ മുറിയിൽ മാത്രം പൊടി, ബാക്കിയുള്ളടത്ത് പൊടിയില്ല ഞാൻ നന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ ഞങ്ങൾ മറന്നുപോയി അന്ന് പോകുന്നതിന് മുമ്പ് ക്ലീൻ ആക്കാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എല്ലാം ചെയ്തു. ഞാൻ ഈ ഏരിയ ചെയ്തിട്ടില്ല, ടൂർ ചെയ്തിട്ടില്ലെന്ന് അറിയാം. ഇത് പിള്ളേരുടെ ബെഡ്റൂം. ഇവിടെ കാണാൻ പറ്റുമോ? അവിടെ വെളിച്ചോണ്ട് അവിടെ കാണിച്ചാൽ ഇതിനി കണ്ടേ. സീ ദിസ് കളർ വ്യത്യാസം കണ്ടോ? ഓറഞ്ച്. ഇതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ഓറഞ്ച് കളർ. ഇതൊന്നും നമ്മൾ വ്യത്യാസം. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എതിരായിട്ടും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ക്ലോസറ്റാണത്. ഞങ്ങൾ അതാണ് പൂജാമുറിയായിട്ട് യൂസ് ചെയ്തത്. ഞങ്ങൾക്ക് മാറ്റി വിടുന്ന സാധനമൊക്കെ. അപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടില്ല, ബിക്കോസ് അവർക്ക് ഈ ഷെൽഫ് മൊത്തം ലിഫ്റ്റ് ചെയ്യണം അത്രേ. അവിടെ ഇതിൻ്റെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പം അത് ഇവിടെ ഉണ്ടായിരുന്ന കാർപ്പറ്റ് പറിച്ച് കളഞ്ഞിട്ട് അവർ അത് ലേ ചെയ്യാൻ വേണ്ടി നമ്മളത് മുഴുവൻ എംറ്റി ആക്കിയാണ്. വലിയ പൂജാമുറിയൊന്നുമല്ല, ചുമ്മാ നമ്മൾ ഒരു ക്ലോസറ്റ് കൺവേർട്ട് ചെയ്തതാണ്. ലിനൻ ക്ലോസറ്റാണത്. അപ്പം അറ്റ്ലീസ്റ്റ് ഇറ്റ് ഹാസ് എ ഡോർ ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് എ റൂം ഈവൻ ദോ ഇറ്റ്സ് നോട്ട്. നമ്മൾ പഴയ വീട്ടിൽ തന്നെയാണ് ചെയ്തിരുന്നത്. ഐ ഡോണ്ട് നോ, വി ലൈക്ക് ടു ഡു ഇറ്റ് ദിസ് വേ. ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവർ ഇത്രയും ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇന്നാണ് അവർ ബാക്കി ആ ഹോൾ ഏരിയ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ക്ലോസറ്റ്. നമ്മളെല്ലാം ഒന്നും മാറ്റിയിട്ടില്ല, കുറച്ച് സാധനങ്ങളെ മാറ്റിയിട്ടുള്ളൂ. കണ്ട പൊടിയുണ്ട്, നിറച്ച് പൊടിയുണ്ട്. ഇവിടെ കണ്ട ഞാനിത് കവർ ചെയ്ത് വെച്ചിരുന്ന ഇവിടെയും ഫിനിഷ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ക്ലീൻ ചെയ്ത സാധനങ്ങളൊന്നും വയ്ക്കാണ്ടെന്നെ. എനിക്കൊന്നും ദിസ് ഇസ് വൺ ഓഫ് മൈ ഫസ്റ്റ് വീഡിയോസ്. ഈ ക്ലോസറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെയാവും. ഇവിടെ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് ഹാർഡ് ബോർഡ്. അപ്പം ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസം വരും. ബട്ട് ദെൻ വാട്ട് ഐം ഗോയിങ് ടു ഡു ഇസ് ഐം ഗോയിങ് ടു പെയിന്റ് ദീസ്. ഇതില്ലേ ഈ റൈസേഴ്സ് വെള്ളം എപ്പോഴായിരിക്കും അതൊന്നും ദേഹത്തോത്ര അറിയാം. പക്ഷേ അത് രണ്ടും വെള്ളയാകുമ്പോൾ മാത്രമേ എനിക്ക് വ്യത്യാസം മനസ്സിലാവില്ല. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളുടെ എല്ലാം ഫിനിഷ് ചെയ്തു. റിട്രീറ്റാണിത്. ഇനിയിപ്പോൾ തിരിച്ചെല്ലാം സാധനങ്ങളും ഇടയിൽ കൊണ്ടുവരണം. കേട്ടനൊക്കെ നമ്മൾ ഓരി തീരുമാനമിട്ടു. ബിക്കോസ് പൊടി ഉണ്ടായിരുന്ന കുറച്ച് ഇവിടെയായിരുന്നു ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പം ഈ തൽക്കാലം ബാക്കിയുള്ള ബെഡ്റൂമിലേക്കൊക്കെ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തേക്കാണ്. ഇതാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. let me see if വെളിച്ചം കാണാൻ പറ്റുമെന്ന്. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ച കണക്ക് ഒരുക്കി വെക്കണം. ഇനി രണ്ടാമത് തുടച്ച് ഇവിടെ വെളിച്ചോണ്ട് ഇവിടെ കാണിച്ചു തരാം. നമ്മൾ കളർ മാച്ച് ചെയ്തിട്ട് അവർ ഹൈ കേസിങ് ഓൾമോസ്റ്റ് ക്ലോസ് മാച്ച് തന്നു. അത് ഈ ലൈറ്റിലാണ്, 2 ലൈറ്റ് കാണുന്നതുകൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെ പല പല കളറാണ് ഈ ബോർഡിനുള്ള. അതിൻ്റെ ഒരു ഷെയ്ഡുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ
ഇങ്ങനെയാണ് അവർ ഫിനിഷ് ചെയ്ത്. സ്റ്റെയർ കേസിന് കയറുന്ന ആറ്റം എക്സാക്ട് മാച്ചല്ല, കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇപ്പം ശരിക്കും കളർ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനെ തോന്നാണ്ടിരിക്കാനായിട്ട് ഇനിയിപ്പം ചെയ്യുന്നില്ല, ഇത് എപ്പോഴാണെന്ന് സൗകര്യം കിട്ടുന്നത്. നമ്മുടെ ഈ റൈസേഴ്സ് ഇല്ലേ, റൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തൊടുന്നില്ല, അവർ ആ കളറ് സ്റ്റെയിൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ, ഇവിടെ എല്ലാം ടച്ചപ്പൊക്കെ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. കളറൊക്കെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എല്ലാം ഫിനിഷ് ചെയ്തു. ഇതൊക്കെ ഇവിടുത്തെയൊക്കെ സ്റ്റെയിൻ പോയിട്ടുണ്ടായിരുന്നു, പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു, ഒക്കെ നല്ലവണ്ണം ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെള്ളയായിട്ട് പെയിൻ്റ് അടിക്കും. ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഓഫീസ് റൂമും ഹാർഡ്വുഡാക്കി. മുകളിൽ LBP ആണ്, ഇത് ഹാർഡ്വുഡ്. ഡെസ്കും ഒക്കെ തുടച്ചാൽ നമുക്ക് ഒത്തിരി ചതയപ്പടി ഇട്ടിട്ടേ ഉള്ളൂ, ഒക്കെ ഞങ്ങൾ മാറ്റിയതാണ്. അത് ഞാൻ കാണിച്ചില്ല അല്ലേ, പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതിൽ കുറച്ച് റീഫിനിഷ് ചെയ്യാണ്ട്, അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. റീഫിനിഷ് ചെയ്യാണ്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പണി തുടങ്ങിയില്ല. ഇവിടെ ഒരു L ഷേപ്പ് ഡെസ്കായിരുന്നു, നമ്മൾ എല്ലിൻ്റെ ഒരു ഭാഗം എടുത്ത് കളഞ്ഞു, ബാക്കി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഓറിയൻറ്റേഷനും മാറ്റി, ചുമരൊക്കെ പെയിൻറ്റൊന്നും അടിക്കാൻ പോകില്ല, പക്ഷേ ഗോണ ഓർഗനൈസ്ഡ് ദി ഗാലറി വാൾ ദറ്റ് വി ഹാഡ് ഹിയർ. ഇവിടുത്തെ ആർട്ട് വർക്കും എല്ലാം മാറ്റാൻ പോവാണ്. ചെറിയ ഡെക്കോർ അപ്ഡേറ്റേ ഉള്ളൂ, ഇതെല്ലാം ചെയ്യണമല്ലേ എന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ താഴെ ഒരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കാർപ്പറ്റ് പീസ് വെച്ച് പോയതാണ്. അതിനുള്ള സാധനം ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ വൈകാതെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.